ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഇനത്തിലുള്ള ഏത് പച്ചരി വേണമെങ്കിലും നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിനെ നമുക്കൊരു 4 തൊട്ട് 6 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. പിന്നെ ഈ അപ്പത്തിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചോറൊന്നും ചേർക്കുന്നില്ല. ഈ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ അവൽ ചേർക്കുന്നത്. ഈ അവൽ നമുക്കൊന്ന് കുതിർത്തെടുക്കണം. അതിനുവേണ്ടി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഈ കളറിലുള്ള അവലേ ഉള്ളൂ, അതാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ വെള്ള കളറിലുള്ള അവലുണ്ടെങ്കിൽ അതെടുക്കാം. പക്ഷേ ഈ കളറിലുള്ള അവൽ ചേർത്താലും അപ്പത്തിനങ്ങനെ കളറ് മാറ്റമൊന്നും വരത്തില്ല. ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി ഇവിടെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ നന്നായിട്ട് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയാണ്. ഇനി ഇതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് അവലും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഇതിലോട്ട് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരിട്ട് ചേർക്കരുത്. അത് അല്പം ചെറു ചൂടുള്ള പഞ്ചസാര വെള്ളത്തിലൊന്ന് കലക്കി ഈസ്റ്റ് ഒന്ന് പൊങ്ങിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒരുപാട് ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. ഒരുപാട് ഈസ്റ്റ് ചേർത്താൽ ഇതിന് ഒരു വല്ലാത്തൊരു മണം വരും നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരി അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ വെള്ളയപ്പം ശരിയായില്ല. വെള്ളം ആവശ്യമാണെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താലും മതിയല്ലോ. അപ്പത്തിൻ്റെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഒരു 6 തൊട്ട് 8 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇതൊന്ന് അടിച്ച് വെക്കണം. ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് അരച്ച് വെക്കുന്നത്. അപ്പോഴത്തേക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ മതിയാവും. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാത്രം തുറന്ന് നോക്കാം. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഓരോ തവി മാവ് ഒഴിച്ച് ഒന്ന് ചുട്ടെടുക്കാം. ഇനി ചെറുതായിട്ട് ഞാനൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ അപ്പത്തിൽ ഹോൾസൊക്കെ വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഈ അപ്പം വേണമെങ്കിൽ ഇതുപോലെ ഫ്രൈങ് പാനിലല്ലാതെ നമുക്ക് അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരല്പം വെള്ളം വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നീട്ടിയിട്ട് അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാം. അപ്പോഴത്തേക്ക് അത് നന്നായിട്ടത് ഇങ്ങനെ സ്പ്രെഡായിട്ട് നല്ല ലേസൊക്കെ ആയിട്ട് കിട്ടും. ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ മാവ് അല്പം കുറുകിയിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ അപ്പം നമുക്ക് ഇറച്ചിക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. നല്ല സോഫ്റ്റാണ്. ഇതുപോലെ അവൽ ചേർത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.